നമസ്കാരം. പ്രധാന വാർത്തകൾ. കായംകുളം നഗരസഭ കൗൺസിൽ യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിലെ വിഷയങ്ങളും കോവിഡ് ഫസ്റ്റ് ലൈൻ സെന്ററുകളുടെ പ്രശ്നങ്ങളും ഇളക്കിമറിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം. CFLTC പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യം. കായംകുളത്തെ പല പദ്ധതികളുടെയും ഉദ്ഘാടനം MLA ഏകപക്ഷീയമാക്കുന്നു എന്ന് നഗരസഭാ കൗൺസിൽ ആരോപണം. UDF BJP ആരോപണം. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുൻനിർത്തി. കോവിഡ് വ്യാപനം. മാവേലിക്കരയിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു എന്ന് നഗരസഭാ ചെയർമാൻ KB ശ്രീകുമാർ. ജില്ലയിൽ 410 പേർക്ക് കോവിഡ്, 403 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 11,934 പേർ ക്വാറന്റീനിൽ. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം നഗരസഭ കൗൺസിൽ യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിലെ വിഷയങ്ങളും കോവിഡ് ഫസ്റ്റ് ലൈൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കി. താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നതെന്നും നഗരസഭ അറിയുന്നില്ലെന്നും നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനമായിട്ടും ആശുപത്രി സൂപ്രണ്ട് സ്വന്തം നിലയ്ക്കാണ് പ്രവർത്തികൾ നടപ്പാക്കുന്നതെന്നും സ്വതന്ത്ര കൗൺസിലർ അൻഷാദ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിര ആരോപിച്ചു. സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. CFLTCകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ അനിവാര്യമായെന്നും സഭയിൽ അഭിപ്രായമുയർന്നു. കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിലെ വിഷയങ്ങളും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വലിയ ചർച്ചകൾക്ക് വിധേയമാകുകയായിരുന്നു. നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ പല കാര്യങ്ങളും അധികൃതർ നടപ്പാക്കുന്നത് നഗരസഭ അറിയാതെയാണെന്ന് സ്വതന്ത്ര കൗൺസിലർ അൻഷാദ് ആരോപിച്ചു. എന്തെങ്കിലും അജണ്ട ഇവിടെ ഉണ്ടെങ്കിൽ സൂപ്രണ്ടിവിടെ എത്തി ഈ അജണ്ടയിൽ പങ്കെടുക്കണം. ഇത് എത്രയോ പ്രാവശ്യം കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ട് ആ സൂപ്രണ്ട് ഇവിടെ വരുന്നില്ല? ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിക്കുമ്പോൾ അദ്ദേഹം വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല? വിശദീകരണം ചോദിക്കണം. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് നടപടിയെടുക്കണം. ഞാൻ വിജിലൻസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പല പ്രവൃത്തികളും നേരിട്ട് കരാർ കൊടുത്ത് നടപ്പാക്കുന്ന രീതിയാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നത്. നഗരസഭയുടെ നിർവഹണത്തിലുള്ള സ്ഥാപനത്തിലെ ഇത്തരം വീഴ്ചകൾ വെച്ചുപുറപ്പിക്കാനാവില്ല. അടുത്തിടെ ഫർണിഷിംഗിന്റെ കരാർ നൽകാൻ ശ്രമിച്ചതും നഗരസഭയെ ബന്ധപ്പെടാതാണ്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ കൗൺസിൽ വിളിച്ചു വരുത്താൻ ചെയർപേഴ്സൺ ശ്രമിച്ചിട്ട് പോലും നടന്നില്ല. COVID-19 ബന്ധപ്പെട്ടുള്ള അനധികൃത നിയമനങ്ങളും അനധികൃത പർച്ചേസുകളും അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും വിജിലൻസ് അന്വേഷണമാണ് അത്യാവശ്യമെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും അൻഷാദ് പറഞ്ഞു. അതേസമയം കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയിൽ COVID-19 ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനധികൃത നിയമനങ്ങളും അനധികൃത പർച്ചേസുകളും അടിയന്തരമായി അന്വേഷിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഗൗരവമായി കാണുന്നുവെന്നും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. ശശികല സഭയെ അറിയിച്ചു. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് തുടർന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഭീമമായ വാടകയുണ്ടായെന്നും CFLTCകളിൽ സാധനങ്ങൾ തോന്നിയ പോലെ വാങ്ങിക്കൂട്ടി നഗരസഭയ്ക്ക് വൻ ബാധ്യതയുണ്ടാക്കുന്ന അഴിമതി നടന്നുവെന്നും UDFിലെ CS ഭാഷ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിര ആരോപിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് സെന്ററുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പാവപ്പെട്ട രോഗികളോട് കാണിക്കുന്ന കടുത്ത ക്രൂരതയാണെന്ന് BJPയിലെ D. അശ്വിനിദേവ് പറഞ്ഞു. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം അറിഞ്ഞിരിക്കേണ്ടതാണെന്നും CFLTCകൾക്ക് നൽകേണ്ട തുക സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഇടപെട്ട് തീരുമാനം വരണമെന്നും ഭരണകക്ഷിയിലെ S. കേശുനാഥ് പറഞ്ഞു. ഇതെല്ലാം വളരെ ഗൗരവമായി സെക്രട്ടറി പറഞ്ഞ പോലെ ചർച്ച ചെയ്ത് പോകണം. ഇവിടെ ചുമ്മാതെ ഈ കൗൺസിലിന്റെ അവിടെ പൊതിയാ തേങ്ങ പോലെ ചർച്ച ചെയ്ത് ഈ കൗൺസിൽ എന്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കൗൺസിലർ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഒരേപോലെ കുറ്റക്കാരാവും. അതുകൊണ്ട്
ഇത് കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം ഇത് നിർത്തുന്നത്. നിർത്തിക്കോ, ഇത് വേണ്ടെങ്കിൽ നിർത്തിക്കോ, ഒരു തർക്കവും ഇല്ല. അവിടെ ആവശ്യമുണ്ടെങ്കിൽ നിർത്തിക്കളാം. എന്തിനാണ് നമ്മൾ ഇതിനെ ചുമന്നുകൊണ്ട് പോകുന്നത്? COVID-19 ബന്ധപ്പെട്ട് കളക്ടർ ഏറ്റെടുത്ത TA, ഒയാസിസ് എന്നീ ഓഡിറ്റോറിയങ്ങൾ പൂട്ടാനുള്ള കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാനും ഇനിയും രോഗികൾ ഉണ്ടായാൽ അവരെ കരിയിലക്കുളങ്ങരയിലുള്ള കോവിഡ് സെന്ററുകളിലേക്ക് മാറ്റണമെന്ന പ്രതിപക്ഷം ആവശ്യം അംഗീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല പിന്നീട് അറിയിച്ചു. കോവിഡ് സെന്ററുകളിൽ കണക്കില്ലാതെ വാങ്ങിക്കൂട്ടിയതും ഉപയോഗിച്ചിട്ടില്ലാത്തതുമായ മുഴുവൻ സാധനങ്ങളും പരിശോധിച്ച് കണക്ക് രേഖപ്പെടുത്തി സഭയിൽ വെക്കാൻ തീരുമാനിക്കണമെന്ന UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നതായും ചെയർപേഴ്സൺ അറിയിച്ചു. താലൂക്ക് ആശുപത്രിയിലെയും കോവിഡ് സെന്ററുകളിലെയും വിഷയങ്ങൾ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടായി ചിത്രീകരിക്കരുതെന്നും അതുവഴി നഗരസഭാ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തരുതെന്നും ആശുപത്രി സൂപ്രണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയാണ് വേണ്ടതെന്നും നഗരസഭാ സെക്രട്ടറി ധീരജ് മാത്യു സഭയിൽ പറഞ്ഞു. കാരണം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ജോലി ചെയ്തതിന് മടി വരും. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. രാത്രി ഇന്നലെ സുഖയിലൂടെ ജോലി ചെയ്ത് പോയാണ്. അപ്പൊ ഇത്രയും ഞങ്ങൾ സിൻസിയറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ട് ഇങ്ങനെ മെഡിക്കൽ ഓഫീസറെ വിളിച്ചു വരുത്താതെ ഇങ്ങനെ ഒരു നമ്മൾ കുറ്റക്കാരെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ട്. നമ്മുടെ ജില്ലാ കളക്ടറോട് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞു, സാർ ഇങ്ങനെ ഇത്രയും എമൗണ്ട് ആയിട്ടുണ്ട്. നേരത്തെ NSDPയുടെ കാര്യം കൊടുത്തായിരുന്നു. അതുപോലെ ഇത് ഇത്ര എമൗണ്ട് ആയിട്ടുണ്ട്, സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അവിടുത്തെ ഡയസിലൊന്നും ഇത്ര എമൗണ്ട് ആയോ, വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ എമൗണ്ട് ആയിട്ടില്ലല്ലോ എന്ന് വേദി വെച്ച് എന്നെ പറഞ്ഞു. ജില്ലാ കളക്ടറെ തഹസിൽദാരെ വിളിച്ചും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണൊക്കെ അത് വളരെ നല്ല രീതിയിൽ ജനുവനായിട്ട് സംസാരിച്ച വ്യക്തിയാണ്. അവിടെ തന്നെ എന്റെ അടുത്ത് നിന്നുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. നഗരസഭയുടെയും കൂടി സാമ്പത്തിക സഹായത്തോടെയും അനുമതിയോടെയും പണി പൂർത്തീകരിച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടനം MLA ഏകപക്ഷീയമാക്കുന്നുവെന്ന് കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. UDF BJP കൗൺസിലർമാരാണ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുൻനിർത്തി ആരോപണം ഉന്നയിച്ചത്. ഉദ്ഘാടനം സംബന്ധിച്ച് കൗൺസിലർമാരെ അറിയിച്ചിരുന്നു എന്നാണ് താൻ കരുതിയിരുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സഭയിൽ പറഞ്ഞു. കായംകുളം നഗരസഭയെ നോക്കുകുത്തിയാക്കി MLAയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയാണെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആരോപണമുയർന്നു. UDF BJP കൗൺസിലർമാരാണ് ആരോപണം ഉന്നയിച്ചത്. നഗരസഭയുടെ കൂടി അധീനതയിലുള്ള സ്ഥാപനങ്ങളിൽ ഉദ്ഘാടന പരിപാടികൾ നടത്തുമ്പോൾ നഗരസഭയെ അറിയിക്കേണ്ടത് ചട്ടപ്രകാരമാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ പോലും അറിയിക്കാതെ ചട്ടം ലംഘിച്ചാണ് ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ നടത്തുന്നതെന്ന് UDFിലെ CS ഭാഷ ആരോപിച്ചു. നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും. ഇന്നിവിടെ അടുത്തൊരു സ്കൂളില് ഒരു ഉദ്ഘാടനം നടന്നു. ഈ ഇരിക്കുന്ന ജനപ്രതിനിധികളൊക്കെ വോട്ട് വാങ്ങിച്ച് അങ്ങനെ പോലെ ജയിച്ചു വന്നവരല്ലേ, അവരെ ഒന്ന് അറിയിക്കുവാനും ഈ ഇങ്ങനെ ഒരു വിഷയം നടക്കാൻ പോകുന്നു എന്ന് സഭാ നേതൃത്വത്തെ സഭയിൽ അറിയിക്കുവാനും സഭാ നേതൃത്വത്തിന് ബാധ്യതയില്ലേ? കായംകുളം നഗരസഭ ഭരിക്കുന്നത് മുനിസിപ്പൽ ആക്ട് വെച്ചാണെങ്കിൽ ആ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർ നിങ്ങളെല്ലാം പിടിച്ചെടുത്തത് ഇവിടെ ഇന്ന് അങ്ങനെ വിട്ടുവന്നു. ഞങ്ങൾക്ക് വേണ്ട ആ ഒരൊറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരെ അറിയിച്ചോ. ഒരുപക്ഷെ കല്ലിൽ പേര് വെക്കണ്ട, നോട്ടീസ് എന്താണ് പേപ്പറിനകത്ത് അടിക്കുന്നതല്ലയോ. അങ്ങനെ ഒരു കീഴ്വഴക്കം സഭയിലില്ലേ? ബോയ്സ് സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു CS ഭാഷയുടെ ആരോപണം. നഗരസഭയുടെ കൂടി സാമ്പത്തിക സഹായത്തോടെയും അനുമതിയോടെയും പണി പൂർത്തീകരിച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടനം MLA വൺ മാൻ ഷോ ആക്കി മാറ്റുകയാണെന്ന് BJPയിലെ D. അശ്വിനിദേവ് ആരോപിച്ചു. ഈ ഉദ്ഘാടന ചടങ്ങുകൾ ആരാണ് തീരുമാനിച്ചത്? നഗരസഭയുടെ കൂടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നഗരസഭയാണ് ഇതിന്റെ ഗവേണിംഗ് ബോഡി. സ്കൂളുകൾ നഗരസഭയുടെ കീഴിലാണ്. അതുകൊണ്ട് നഗരസഭാ കൗൺസിലിന്റെ അനുവാദമില്ലാതെ നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം വെക്കാതെ ആരാണ് തീരുമാനിച്ചത്? MLAയുടെ വ്യക്തിപരമായ പരിപാടിയായി സർക്കാർ പരിപാടികൾ മാറ്റുന്നത് ശരിയല്ല. ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് അടക്കം അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ സർക്കാർ പരിപാടികൾ ക്ഷണിക്കണമെന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രോട്ടോകോളാണ്. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം കൗൺസിലിനോടോ നഗരസഭാ ചെയർപേഴ്സണോടോ പോലോ ആലോചിക്കാതെ ഏകപക്ഷീയമായി തീരുമാനിച്ച് നടപ്പാക്കുന്ന MLAയുടെ ധാർഷ്ട്യത്തിനെതിരെ കായംകുളത്തെ പൗരസമൂഹത്തിന് കടുത്ത പ്രതിഷേധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബോയ്സ് സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നതായാണ് താൻ വിചാരിച്ചിരുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല പറഞ്ഞു. എനിക്കൊരു നോട്ടീസ് കിട്ടി, പോയിട്ടുണ്ട്.
നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് കിട്ടുന്നത്. എല്ലാ കൗൺസിലേഴ്സിനും കിട്ടിക്കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാലും കിട്ടിയില്ല എന്നുള്ളത് ഇപ്പോൾ പറയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. പിന്നെ ഏത് പരിപാടി വരുമ്പോഴും നമ്മൾ നോട്ടീസ് വരുമ്പോൾ അത് വീടുകളിൽ എത്തിക്കുക അല്ലെങ്കിൽ കൗൺസിൽ കൂടുന്ന സമയത്ത് അവിടെ എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കത്തിനെ സംബന്ധിച്ച് കിട്ടിക്കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇനി അങ്ങനൊരു സംഭവം ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മളതിനെക്കുറിച്ച് MLA ആയിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. തുടർന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ സഭയെ അറിയിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട്, MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ട്, നഗരസഭാ ഫണ്ട് അടക്കം 8 കോടി രൂപ വിനിയോഗിച്ചുള്ള പദ്ധതികളാണ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുടുംബങ്ങളാണ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേരളത്തിലെ ഏതെങ്കിലും ഒരു കുഗ്രാമം അങ്ങനെയൊന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഓൺലൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് U പ്രതിഭ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സന്നയും നന്ദിയും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരെ അറിയാവുന്ന രോഗികൾക്ക് സഹായം കിട്ടാൻ വേണ്ടി നടത്തിയ ഇടപെടലിലൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞാണ് അവിടെ നിന്ന് എല്ലാവരും പോയതല്ല. എന്തൊരു നല്ല ഇടപെടലായിരുന്നു നടത്തിയത്. എന്നോട് എല്ലാവരും പറഞ്ഞു, കായംകുളത്തെ ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപക്ഷെ അവരിനേക്കാൾ കൂടുതൽ ജനപ്രതിനിധികൾ കായംകുളത്ത് നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര അഭിമാനമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട്, MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ട്, നഗരസഭാ ഫണ്ട് അടക്കം 8 കോടി രൂപ വിനിയോഗിച്ചുള്ള പദ്ധതികളാണ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച ഓഡിറ്റോറിയത്തിൽ 6071 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജോട് കൂടിയ ഹാൾ, 1183 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ബാൽക്കണി, 2 ഗ്രീൻ റൂമുകൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, വരാന്തകൾ എന്നിവയുണ്ട്. സ്കൂൾ തലത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് AM ആരിഫ് MP, നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, നഗരസഭാ വൈസ് ചെയർമാൻ J ആദർശ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാമില അനിമോൻ, S കേശുനാഥ്, ഫസാന ഹബീബ്, മായാദേവി, വാർഡ് കൗൺസിലർ K പുഷ്പദാസ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ MK പ്രസന്നൻ, RDD K ഉഷ, DDE ധന്യ, R കുമാർ, PTA പ്രസിഡന്റ് ബിജുകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ J സജി, ഹെഡ് മിസ്ട്രസ് റഹ്മത്ത് നിസ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് മുന്നോടിയായി സ്കൂളിലെ വിദ്യാർത്ഥി അവതരിപ്പിച്ച കലാപരിപാടി നടന്നു. CD ന്യൂസ്, കായംകുളം. കായംകുളം MLA അഡ്വക്കേറ്റ് U പ്രതിഭ ഏർപ്പെടുത്തിയ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള പുരസ്കാരമായ അഗ്രഗാമി വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് MLA പ്രതിഭ പുരസ്കാരം സമ്മാനിച്ചത്. കായംകുളം MLA അഡ്വക്കേറ്റ് U പ്രതിഭ ഏർപ്പെടുത്തിയ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള പുരസ്കാരമായ അഗ്രഗാമിയുടെ വിതരണം നടന്നു. കായംകുളം ബോയ്സ് ഹൈസ്കൂൾ ഹൈടെക് പ്രഖ്യാപന വേദിയിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ആകെ 530 വിദ്യാർത്ഥികൾക്കാണ് ഇക്കുറി അഗ്രഗാമി പുരസ്കാരം ലഭിച്ചത്. ഇതിൽ പല ഘട്ടങ്ങളിലായി നൽകിയതിലെ 279 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകിയത്. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് അഡ്വക്കേറ്റ് U പ്രതിഭ MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളത്ത് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിൽ ആരംഭിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കായംകുളത്ത് തിയേറ്റർ വേണമെന്ന നഗരവാസികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് MLA U പ്രതിഭ തിയേറ്റർ വേണമെന്ന് കാട്ടി നിയമസഭയിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ബഡ്ജറ്റിൽ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനായി 15 കോടി രൂപ അനുവദിച്ചിരുന്നു.
കായംകുളം നിവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നഗരഹൃദയത്തിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കായംകുളത്ത് തിയേറ്റർ വേണമെന്ന നഗരവാസികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ച അഡ്വക്കേറ്റ് യു പ്രതിഭ MLA തിയേറ്റർ വേണമെന്ന് കാട്ടി നിയമസഭയിൽ ആവശ്യമുന്നയിക്കുകയും ബജറ്റിൽ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനായി 15 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. 3 തിയേറ്ററുകൾ ഉള്ള സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. കേരളത്തിൽ 5 തിയേറ്റർ സമുച്ചയം അനുവദിച്ച കൂട്ടത്തിലാണ് കായംകുളത്തിനും തിയേറ്റർ അനുവദിച്ചത്. 520 സീറ്റുകളാണ് തിയേറ്ററിൽ ഉണ്ടാവുക. കൊമേഴ്സ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സോടുകൂടിയാണ് തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നത്. 3 തിയേറ്ററുകളാണ് ഉള്ളത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. അത്യാധുനിക സംവിധാനം തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞു. നമ്മുടെ കായംകുളത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെ സെക്കൻഡ് കോൺക്രീറ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കേരളത്തിൽ 5 തിയേറ്ററുകൾ നമുക്ക് അനുവദിച്ചു തന്നതിൽ ഒരു തിയേറ്റർ നമ്മുടെ കായംകുളത്താണ്. അത് വളരെ സന്തോഷമാണ്. കേരള ഗവൺമെൻറ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ്. 15 കോടിയിൽ 520 സീറ്റുകളിലായിട്ടാണ്. കേവലമായ തിയേറ്റർ മാത്രമല്ല, അതൊരു കൊമേഴ്സ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സോട് കൂടി ചേർന്ന് നല്ല ഒരു നമ്മുടെ ആൾക്കാർക്ക് വരാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് അതിന് മാറ്റുന്നത്. വളരെ വേഗത്തിലാണ് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയതാണ്. കാരണം ഇത്രയധികം വലിയ ഡോൾബി സൗണ്ട് സിസ്റ്റം അടക്കം വന്നുകൊണ്ട് അത്യന്താധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ സമയം എടുത്തുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. നീണ്ട 25 ദിവസത്തെ വിവാദങ്ങൾക്ക് ശേഷം ഔദ്യോഗിക വാഹനം മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാറിന് ലഭിച്ചു. വിശ്വസ്തനായ വ്യക്തിയെ ഡ്രൈവറായി നിയോഗിക്കാനുള്ള തീരുമാനം കൗൺസിൽ നിരസിച്ചതിനെ തുടർന്നാണ് വാഹനം ഇനി ഉപയോഗിക്കുന്നില്ലെന്നും ശ്രീകുമാർ തീരുമാനിക്കുകയായിരുന്നു. നീണ്ട 25 ദിവസത്തെ വിവാദങ്ങൾക്ക് ശേഷം ഔദ്യോഗിക വാഹനം മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാറിന് ലഭിച്ചു. വിശ്വസ്തരായ വ്യക്തിയെ ഡ്രൈവറായി നിയോഗിക്കാനുള്ള തീരുമാനം കൗൺസിൽ നിരസിച്ചതിനെ തുടർന്നാണ് വാഹനം ഇനി ഉപയോഗിക്കില്ല എന്ന് ശ്രീകുമാർ തീരുമാനിച്ചിരുന്നത്. പിന്നീട് സുഹൃത്തുക്കളുടെ വാഹനങ്ങളിലായിരുന്നു നഗരസഭയിൽ ഇദ്ദേഹം എത്തിയിരുന്നത്. ശ്രീകുമാർ നഗരസഭയിൽ സൈക്കിളിൽ എത്തിയതോടെ നഗരസഭാ ചെയർമാന് ഡ്രൈവറോട് കൂടിയ വാഹനം നൽകണമെന്ന കാര്യം ചർച്ചയാക്കുകയും പിന്നീട് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവറുടെ താൽക്കാലിക നിയമനത്തിന് കൗൺസിലിൽ ഭൂരിപക്ഷ അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ നിയമവശം മാത്രം മനസ്സിലാക്കി ഔദ്യോഗിക വാഹനം ഉപയോഗിക്കും. നിലവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറെയും ഒഴിവാക്കിയിട്ടുമില്ല. ആകെയുള്ള 6 ഡ്രൈവർമാരിൽ ഒഴിവുള്ള ഒരു തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനമെന്നും KV ശ്രീകുമാർ പറഞ്ഞു. ഏതായാലും എത്രയായാലും ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ആയെങ്കിലും ജനം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇതിനകത്ത് കാണാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. CPM-ഉം എന്നോടൊപ്പം അവർ നിന്നതിൻ്റെ ഒരു തെളിവാണല്ലോ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും ഈ പ്രാവശ്യം അവർ എനിക്ക് അനുകൂലമായി ഒരു നിലപാടെടുക്കും. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഇനി മിനിറ്റ്സ് എല്ലാം പാസ്സായി കഴിഞ്ഞെങ്കിലും ചില നിയമവശങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചതിൻ്റെ പേരിൽ കുറച്ച് മണിക്കൂറുകൾക്കകം ഞാൻ എൻ്റെ വാഹനത്തിൽ എൻ്റെ ഡ്രൈവറുമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ആ വാഹനം ഉപയോഗിക്കും. ആറാട്ടുപുഴയിൽ കരിമണൽ ഖനനത്തിനും മണൽ കടത്തിനുമെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി വലിയഴീക്കലിൽ സായാഹ്ന ധർണ നടത്തി. ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്യാതെ പഞ്ചായത്ത് ജനങ്ങളോട് കൂറ് കാട്ടണമെന്ന് ലിജു പറഞ്ഞു. ആലപ്പാട് പഞ്ചായത്തിൽ മണൽ കടത്തി CPM-ന് കോടികൾ ലഭിച്ചുവെന്നും ലിജു പറഞ്ഞു. ആറാട്ടുപുഴയിൽ കരിമണൽ ഖനനത്തിനും മണൽക്കടത്തിനുമെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ആറാട്ടുപുഴ വലിയഴീക്കലിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സായാഹ്ന ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഏരിയ പിടിക്കാനായി തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് വലിയഴീക്കലിൽ ഇപ്പോൾ അടുത്ത ഖനന മേഖല ആരംഭിക്കുന്നത്. ഇവിടെയും മറ്റൊരു സൂത്രപ്പണി ചെയ്തിരിക്കുന്നത്. ഇവിടെ പൊഴിമുഖത്തിൻ്റെ വള്ളങ്ങൾ കയറാൻ വേണ്ടി പിന്നെ ഹാർബറിന്റെ ആഴം കൂട്ടണം. ഹാർബറിന്റെ ആഴം കൂട്ടണ്ടേ? വേണം. വള്ളം കയറി കിടക്കേണ്ടത് ഹാർബറിലോട്ട് കയറി കിടക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഹാർബറിൽ വള്ളം കയറുമ്പോൾ അവിടെ ഡ്രഡ്ജ് ചെയ്യേണ്ടതുപോലെ ഡ്രഡ്ജ് ചെയ്യണം. ഡ്രഡ്ജ് ചെയ്ത് എടുത്തു മാറ്റുന്ന മണ്ണ് ഇവിടെ തീരസംരക്ഷണത്തിന് ഉപയോഗപ്പെടുത്തണം. അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ തീരശോഷണത്തിന് വിധേയമായിട്ടുള്ള ഒരു പ്രദേശമാണ് ആറാട്ടുപുഴ നിൽക്കുന്ന നമ്മുടെ പ്രദേശം.
കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്യാതെ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളോട് കൂറുകാട്ടണമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ആലപ്പാട്ടെ മണൽ കൊള്ളയിൽ CPMന് പണം ലഭിച്ചിട്ടുണ്ട്. കോടാനുകോടി രൂപയാണ് ലഭിച്ചത്. ആ പണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചത്. ഈ സാധ്യത മുന്നിൽ കണ്ട് വല്ലിയിക്കൽ ഭാഗത്തുകൂടി മണൽക്കൊള്ള നടത്താനാണ് CPMന്റെ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ആറാട്ടുപുഴ സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് GS സജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർത്തികപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കുമാർ, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വി ഷുക്കൂർ, ഷീജിത് പത്തിയൂർ, ഷംസുദ്ദീൻ കായിപ്പുറം, K രാജീവൻ, ബിജു ജയദേവ്, AM ഷെഫീഖ്, അച്ചു ശശിധരൻ, S അജിത, TP അനിൽകുമാർ, മൈമൂനത്ത് ഫഹദ്, സുഭഗൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് ആറാട്ടുപുഴ. കായംകുളം ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, ഇലക്ട്രിക്കൽ സെക്ഷൻ തുടങ്ങിയ ഓഫീസുകൾക്കായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈദ്യുതി മന്ത്രി M മണി ഉദ്ഘാടനം നിർവഹിക്കും. കായംകുളം ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, കായംകുളം ഇലക്ട്രിക്കൽ സെക്ഷൻ തുടങ്ങിയ ഓഫീസുകൾക്കായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭ MLA, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, KSEB ഉദ്യോഗസ്ഥർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി M മണി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് AM ആരിഫ് MP മുഖ്യ അതിഥിയായി പങ്കെടുക്കും. KSEB ചീഫ് എഞ്ചിനീയർ ജെയിംസ് M ഡേവിഡ് റിപ്പോർട്ട് അവതരിപ്പിക്കും. KSEB ഡയറക്ടർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് IT P കുമാരൻ സ്വാഗതം പറയും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, വൈസ് ചെയർമാൻ J ആദർശ്, നഗരസഭാ വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്ത് തുടങ്ങിയവർ സംസാരിക്കും. KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ B കൃതജ്ഞത പറയും. കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കായംകുളം പോലീസ് സ്റ്റേഷന് സമീപം KSEB ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 17 സെന്റ് സ്ഥലത്താണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. 262.39 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. 81 ലക്ഷം രൂപ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള മന്ദിരം നിർദ്ദിഷ്ട തുകയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും വാർത്താസമ്മേളനത്തിൽ MLA അറിയിച്ചു. നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് നാളെ. കാരണം ഇതിൻ്റെ കല്ലിടാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി വരാൻ പോയ ദിവസം അദ്ദേഹത്തിനൊരു പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുകയും നമ്മുടെ ഈ കല്ലിടിയിൽ നടക്കുകയും ചെയ്തില്ല. നമ്മൾ വളരെ ആഘോഷത്തോടു കൂടി വൈദ്യുതി മന്ത്രി വരുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു അന്ന്, അല്ലേ? മീഡിയ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതോ. എന്നാൽ വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് അന്ന് തലച്ചോറിൽ എന്തോ ഒരു ചെറിയ രക്തസ്രാവം പോലെ ഉണ്ടായി. അതിൽ നിന്നെല്ലാം അതിജീവിച്ചു. പിന്നീട് കോവിഡ് വന്നു. പക്ഷെ നാളെയാണേലും ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ വിളിച്ചിട്ടാണ് റൂട്ട് അവരും കാര്യങ്ങളും ഇങ്ങോട്ടൊക്കെ ചോദിച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് ശരിക്കും പറയാം, മന്ത്രിമാരെല്ലാവരും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അന്ന് ഈ കല്ലിടാൻ വന്നില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനും ഉള്ളതുകൊണ്ടാണ് നാളെ സ്വന്തം പ്രദേശത്തു നിന്ന് തന്നെ വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇങ്ങേയറ്റം നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും അതുപോലെ ഇടപെടൽ ഇത് വേഗമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇവിടെ ഇടപെട്ടുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ഇതെടുത്തവരും വൃത്തിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളെല്ലാവരും. ഞാൻ അതിൻ്റെ ഓരോ ഘട്ടം കാണുമായിരുന്നു. നന്നായിട്ട് നല്ല മനോഹരമായൊരു ഓഫീസ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2019 നവംബർ 20-നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൌൺ കാരണം നിർമ്മാണ പ്രവർത്തനം നീണ്ടുപോവുകയായിരുന്നു. ഇത് പരിഗണിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും ഈ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറെടുത്തിരിക്കുന്നവർക്ക് പ്രത്യേകം നന്ദിയുണ്ടെന്നും MLA പറഞ്ഞു. നിലവിൽ കായംകുളം ഇലക്ട്രിക്കൽ സബ് ഡിവിഷന്റെ കീഴിൽ കായംകുളം ഈസ്റ്റ് സെക്ഷൻ, കായംകുളം വെസ്റ്റ് സെക്ഷൻ, കൃഷ്ണപുരം സെക്ഷൻ, മുതുകുളം സെക്ഷൻ, ചേപ്പാട് സെക്ഷൻ എന്നീ 5 ഓഫീസുകളാണ് ഉള്ളത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, KSEB ഉദ്യോഗസ്ഥരായ L ഗീത, അജി, സുജിത് കുമാർ, രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. സെക്ഷൻ ഓഫീസുകളുടെ പുനർനിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായത്. അത് നാളെ വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ MLAയുടെ അധ്യക്ഷതയിൽ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശ്രീ M മണി അവർകളാണ് നിർവഹിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, വൈദ്യുതി രംഗത്ത് ആധുനീകരണത്തിൻ്റെ സർവതോമുഖമായ വികസന കുതിപ്പിന് ഊർജം പകർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ വൈദ്യുതി മേഖലയുടെ ഉൽപ്പാദന, പ്രസരണ, വിതരണ രംഗങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഓരോ വീടും വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളാക്കുന്ന സൗര പദ്ധതി
അത് 2 ഘട്ടങ്ങളിലാണ്, ഫേസ് 1, ഫേസ് 2 എന്ന് പറഞ്ഞ്. അതിൽ ഫേസ് 2-ൻ്റെയും ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2019-2020 വാർഷിക പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ മുതുകുളം CHSCയിലെ 10 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ് പ്രവർത്തന ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം നിർവഹിക്കും. ഇനിയൊരു ഇടവേള. CDNet ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും. ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ്. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. മാവേലിക്കരയിൽ വിവാഹ സൽക്കാരത്തിനിടെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വിവാഹ സൽക്കാരത്തിനിടെ റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്ത തട്ടാരമ്പലം മറ്റം വടക്ക് സ്വദേശി രഞ്ജിത്തിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മാവേലിക്കര കോഴിപ്പാലത്ത് വിവാഹ വീട്ടിൽ വെച്ച് ജനുവരി 26-നായിരുന്നു സംഭവം. 30-ന് രഞ്ജിത്ത് മരണമടയുകയായിരുന്നു.
മാവേലിക്കരയിൽ വിവാഹ സൽക്കാരത്തിനിടെ മർദ്ദനമേറ്റ യുവാവ് മരിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വിവാഹ സൽക്കാരത്തിനിടെ റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്ത തട്ടാരമ്പലം മറ്റം വടക്ക് സ്വദേശി രഞ്ജിത്തിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മാവേലിക്കര കോഴിപ്പാലത്ത് വിവാഹ വീട്ടിൽ വെച്ച് ജനുവരി 26-നായിരുന്നു സംഭവം. പത്തലുകളും വടികളും ഉപയോഗിച്ച് ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. വിവാഹ വീട്ടിലെത്തിയവർ റോഡിൽ കൂട്ടം കൂടി മാർഗതടസ്സം സൃഷ്ടിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘം ചേർന്നുള്ള മർദ്ദനത്തിനിടെ രഞ്ജിത്തിന് തലയ്ക്ക് അടിയേറ്റു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജനുവരി 30-ന് വൈകിട്ട് രഞ്ജിത്ത് മരണമടയുകയായിരുന്നു. കൊലക്കുറ്റം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി 10 പേർക്കെതിരെ മാവേലിക്കര പോലീസ് കേസെടുക്കുകയായിരുന്നു. വരന്റെ അച്ഛൻ നെൽസൺ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളാണ്. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. മാവേലിക്കര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർമ്മിച്ച വാർഡ് റൂം ഉദ്ഘാടനം നടന്നു. മാവേലിക്കര ലയൺസ് ക്ലബ്ബുമായി ചേർന്നാണ് വാർഡ് റൂം നിർമ്മിച്ചത്. മാവേലിക്കര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർമ്മിച്ച വാർ റൂമിന്റെ ഉദ്ഘാടനം നടന്നു. മാവേലിക്കര ലയൺസ് ക്ലബ്ബുമായി ചേർന്നാണ് വാർ റൂം നിർമ്മിച്ചിരിക്കുന്നത്. ലഹളയും കലാപങ്ങളും സംഭവിച്ചാൽ അടിയന്തരമായി വേണ്ടിവരുന്ന ആയുധങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായാണ് വാർ റൂം നിർമ്മിച്ചത്. ആർ രാജേഷ് MLA റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ സെല്ലിനോട് ചേർന്ന് പോലീസ് സേനയുടെ ഭാഗമായ ഉപകരണങ്ങൾ സുരക്ഷിതമാക്കി വെക്കാൻ ഒരു അടച്ചുറപ്പുള്ള നല്ല മുറി അത് സ്പോൺസർ ചെയ്ത ലയൺസ് ക്ലബ്ബ്. ലയൺസ് ക്ലബിൻ്റെ ആവശ്യപ്രകാരം അതിനാവശ്യമായ പണം നൽകിയ ശ്രീ അലക്സാണ്ടർ C. രാജു അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇതിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പോലീസ് സേനയുടെ ഭാഗമായ അടിയന്തരമായ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളെല്ലാം ഏറ്റവും വേഗതയിൽ എടുക്കാനും സൂക്ഷിക്കാനുമെല്ലാം കഴിയുന്ന നിലയിലുള്ള ഒരു മുറിയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. മാവേലിക്കര CI വിനോദ് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ പോലീസിൻ്റെ റൈറ്റ് എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷൻ വളരെ ഒരു കൺജസ്റ്റഡ് റൂമിലാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ എടുക്കാനും ഒക്കെയുള്ള പാടുണ്ട്. ഇതാകുമ്പോൾ വളരെ എത്രയോ പെട്ടെന്ന് സാധനം നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു കുറച്ചുകൂടെ നല്ല സ്പീഡിയായിട്ടുള്ള ഒരു സർവീസ് ജനങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ലയൺസ് ഭാരവാഹികൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. കായംകുളം SN വിദ്യാപീഠത്തിന്റെ 40-ാം വാർഷിക ആഘോഷം നടത്തി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് പരിപാടി നടത്തിയത്. കായംകുളം SN വിദ്യാപീഠത്തിന്റെ 40-ാം വാർഷികാഘോഷം നടത്തി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ V. ചന്ദ്രദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. We are going for the 40th school anniversary function and today is the inauguration of the same. We are going far from the excellence to reach the school in a very standard level. That's why we formulated many of the program for the children and many children are participating in it. സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ, രാധാകൃഷ്ണൻ, ചന്ദ്രസേനൻ, ദിലീപ് കുമാർ, അധ്യാപക അനധ്യാപക ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഓൺലൈൻ വഴി സംഘടിപ്പിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ 4-ാം തിരുത്സവത്തിന്റെ ഭാഗമായി ചെണ്ടമേളം നടന്നു. മാസ്റ്റർ ഹരിഗോവിന്ദ്, മാസ്റ്റർ നീലകണ്ഠൻ V. നായർ എന്നിവരാണ് ചെണ്ടമേളം അവതരിപ്പിച്ചത്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ 4-ാം തിരുവുത്സവത്തിന്റെ ഭാഗമായി ചെണ്ടമേളം നടന്നു. മാസ്റ്റർ ഹരിഗോവിന്ദ്, മാസ്റ്റർ നീലകണ്ഠൻ V. നായർ എന്നിവരാണ് ചെണ്ടമേളം അവതരിപ്പിച്ചത്. പ്രഭാതപേരി, ഭാഗവത പാരായണം, കാഴ്ച, ശ്രീബലി, അൻപൊലി വഴിപാട്, സോപാന സംഗീതം, ഓട്ടൻതുള്ളൽ എന്നിവയും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. മാവേലിക്കര നഗരത്തിലും ചില പ്രദേശങ്ങളിലും COVID-19 ഭാഗമായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ പറഞ്ഞു. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും COVID-19 ഭാഗമായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ പറഞ്ഞു. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാൻ തയ്യാറാകണമെന്നും ചെയർമാൻ പറഞ്ഞു. ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കണം.
മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കണം. കുട്ടികളും മുതിർന്നവരും ജാഗ്രത പാലിക്കണം. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പരിശോധനകളും നിരീക്ഷണവും തുടർന്നും നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. അത് നിയന്ത്രിക്കാൻ പോലീസ് അധികാരികൾക്ക് മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലും വളരെ നിയന്ത്രണമായ രീതിയിൽ ആൾക്കാരെ സമീപിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ആൾക്കാർ പോയി ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മാവേലിക്കര നഗരസഭ. ആലപ്പുഴ ജില്ലയിൽ 410 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർ വിദേശത്തു നിന്നും എത്തിയതാണ്. 403 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 5 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 366 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 66,394 പേർ രോഗമുക്തരായി. 4,478 പേർ ചികിത്സയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം നഗരസഭ കൗൺസിൽ യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിലെ വിഷയങ്ങളും കോവിഡ് ഫസ്റ്റ് ലൈൻ സെന്ററുകളുടെ പ്രശ്നങ്ങളും ഇളക്കിമറിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം. CFLTC പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യം. കായംകുളത്തെ പല പദ്ധതികളുടെയും ഉദ്ഘാടനം MLA ഏകപക്ഷീയമാക്കുന്നു എന്ന് നഗരസഭാ കൗൺസിൽ ആരോപണം. UDF BJP ആരോപണം. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുൻനിർത്തി. കോവിഡ് വ്യാപനം. മാവേലിക്കരയിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു എന്ന് നഗരസഭാ ചെയർമാൻ KB ശ്രീകുമാർ. ജില്ലയിൽ 410 പേർക്ക് കോവിഡ്. 403 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 11,934 പേർ ക്വാറന്റൈനിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.